2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കോടികൾ തൂത്തുവാരിക്കൊണ്ട് ലോകത്തിന്റെ കണ്ണ് നേരെ തുറപ്പിച്ച വർഷം. മറ്റു ഇൻഡസ്ട്രികൾ നല്ല കണ്ടന്റുകൾ കിട്ടാതെ വെറും ഗിമിക്സുകൾ മാത്രമായി അവതരിപ്പിച്ചപ്പോൾ മനം മടുത്തിരുന്ന പ്രേക്ഷകർക്ക് മുൻപിലേക്ക് പെട്ടിക്കടവുണ്ട്, പച്ചിലവുണ്ട്, പ്രകൃതി പടങ്ങൾ എന്നെല്ലാം മലയാളികൾ തന്നെ പുച്ഛിച്ചു തള്ളിയിരുന്ന മലയാള സിനിമ അവതരണത്തിലും പുതുമയാർന്ന പ്രമേയവുമായാണ് അവതരിച്ചത്. ഏതാനും സിനിമകൾ കൊണ്ട് തന്നെ 300 കോടിക്ക് മുകളിൽ മലയാള സിനിമ കളക്ട് ചെയ്തപ്പോൾ മലയാളത്തിലെ സ്ത്രീ സംവിധായകന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അഞ്ജലി മേനോൻ ഒരു കാര്യം ചോദിച്ചു. കോടികൾ വാരുന്ന മലയാള സിനിമയിൽ നായികമാരൊന്നും ഇല്ലല്ലോ, അവർ എവിടെ പോയി എന്ന്. ശരിയാണല്ലോ. പ്രേമലു എന്ന സിനിമ മാറ്റി നിർത്തിയാൽ മറ്റു വിജയ സിനിമകളിൽ ഒന്നും തന്നെ നായിക പ്രാധാന്യം എടുത്തു പറയാനില്ല എന്നത് സത്യമാണ്. മലയാള സിനിമയിലെ നായികമാർ അപ്പോൾ എവിടെ പോയി? ഈ ചോദ്യം ചോദിക്കുന്നവരോട് പറയാൻ ഒരു ഉത്തരമുണ്ട്. നമ്മുടെ നായികമാർ ഇപ്പോൾ ലോക സിനിമയുടെ പറുദീസയായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ലോക നിലവാരമുള്ള ഫിലിം മേക്കേഴ്സിനും ഓഡിയൻസിന് മുന്നിൽ നൃത്തം ചെയ്തും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിനു മുന്നിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞു മലയാള സിനിമയെ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ പോയിരിക്കുകയാണ് എന്ന്. അതെ, പായൽ കബാഡിയ രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ഒരു നാടക ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കനി കുസൃതി, ദിവ്യ പ്രഭ, ഛായ കദം, ഹൃദു ഹാറൂൺ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഫ്രാൻസ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ഉൾപ്പെട്ട ഒരു അന്താരാഷ്ട്ര സഹനിർമ്മാണമായിരുന്നു ഈ ചിത്രം. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോറിനായി മത്സരിക്കാൻ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രാൻസിൽ മെയ് 23 അതിന്റെ വേൾഡ് പ്രീമിയർ ഉണ്ടായിരുന്നു. സിനിമയുടെ സ്ക്രീനിങ്ങിന്റെ അവസാന 8 മിനിറ്റ് സ്റ്റാൻഡിംഗ് ഓവേഷനും സിനിമയ്ക്ക് ലഭിച്ചു. 1994 സുഹാവിന് ശേഷം കാനിലെ പ്രധാന മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ കേവലം 4 സിനിമകളിൽ സ്ത്രീ സാന്നിധ്യം ഇല്ല എന്ന് മുറവിളി കൂട്ടുന്നവരോട് നായകനെ പ്രേമിക്കാനും കൂടെ പാട്ടുപാടി നടന്ന് ഓരം നിന്ന് പോവാൻ മാത്രമായി ഒരു നായികയെ മലയാള സിനിമയിൽ വേണോ?